എന്ത് കോൺക്ലേവാണ്? ആരോപണ വിധേയരായ ആളുകളും ഇരകളെയും ഒരുമിച്ചിരുത്തി ചായ കൊടുക്കാൻ പോകുന്ന ഒരു കോൺക്ലേവ് സമ്മതിക്കില്ല കേരളത്തിൽ. അങ്ങനത്തെ ഒരു കോൺക്ലേവ് സമ്മതിക്കില്ല. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഈ പാവപ്പെട്ട സ്ത്രീകളെ അപമാനിക്കുകയാണ്. മറ്റവരോടൊപ്പം ഒരുമിച്ച് കോൺഫറൻസിന് വിളിക്കുക. എന്നാ അവരെ ഒന്ന് മാലയും കൂടിയിട്ട് സ്വീകരിക്കുക, സ്പെഷ്യൽ അവാർഡ് കൂടി കൊടുക്ക് ആരോപണ വിധേയരായ ആളുകൾക്ക്. ആ കോൺക്ലേവിൽ വെച്ച് അവരെ ഒന്ന് ആദരിക്കുക. ഈ കണക്കിന് പോയ സർക്കാർ അതിൻ്റെ അപ്പുറം ചെയ്യുമല്ലോ. പാർശ്വവൽക്കരിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന് വേണ്ടിയുള്ള സ്ത്രീപക്ഷ നിലപാടാണ്. ഇതിനൊരു രാഷ്ട്രീയമുണ്ട്, അതിലൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട്. ഒരു തൊഴിലിടങ്ങളിലും സ്ത്രീകൾ അപമാനിക്കപ്പെടരുത്. ഉമ്മൻചാണ്ടിയെ പോലുള്ള വളരെ പ്രായം ചെന്ന പരിണതപ്രജ്ഞനായ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പേര് വരെ പുറത്തു പറഞ്ഞ ആളുകളല്ലേ. എന്നിട്ട് അദ്ദേഹം നിഷ്കളങ്കനാണെന്ന് തെളിഞ്ഞു, തെറ്റായ ആരോപണമാണെന്ന് തെളിഞ്ഞു. എല്ലാ കോടതികളും അദ്ദേഹത്തെ മോചിതനാക്കി. ഇവർ പേര് പറഞ്ഞില്ലേ? ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളുടെ പേര് ഇവർ കേരളത്തിൽ പറഞ്ഞ ആളുകളാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതെന്ന് ആരും മറക്കരുത്.